നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ സിറ്റുവേഷനിൽ ഞാനും മീനാക്ഷിയും സൈലന്റ് ആയിപ്പോയി. കുഞ്ഞു കിടന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും ഒരുമിച്ച് തോൽപ്പിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാനത് മാക്സിമം മുതലാക്കാം. കുഞ്ഞേതായാലും മൈഥിലിയുടെ അടുത്തേക്ക് വരും. ഇനി ആ മരതക വാളുകൂടി അവിടെ നിന്ന് എടുത്താൽ നമ്മുടെ ദൗത്യം പൂർത്തിയായി. കുഞ്ഞിനെ അവിടുന്ന് കൊണ്ടുപോകുന്ന നിങ്ങൾ വളർത്താനാണോ ഉദ്ദേശിക്കുന്നത്? കുഞ്ഞിനെ ആർക്ക് വേണം? മൈഥിലിക്ക് അതിനെ കാണുന്നതേ കലിയ. എടാ, ആ കുഞ്ഞ് കാർത്തിയുടെയും ചെമ്പകമംഗലത്തുകാരുടെയും ഒരു ദൗർബല്യ. അതിനെ വെച്ച് വിലപേശണം. അത് തന്നെയാ ഇന്ദ്രേച്ചി ലക്ഷ്യം. എടാ വൈശാഖെ, നീ ഉടൻ തന്നെ മൈഥിലിയെ വിളിക്ക്. ഈ കാര്യത്തില് അവർ വേറെ വല്ല ഓപ്ഷനും കൊണ്ടുവന്നാലേ താൻ സമ്മതിക്കില്ലെന്നും ഇത് താൻ പ്രസവിച്ച കുഞ്ഞാണെന്നും ഡോക്ടർ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ഇതിനു വേണ്ടി കോടതി വരെ കയറുമെന്നും അവളോട് പറയണം. ഈ ഗെയിം നമ്മുടെ പ്ലാൻ അനുസരിച്ചാ മുന്നേറാൻ പോകുന്നത്. അതുകൊണ്ട് ഉറച്ചു നിൽക്കാൻ പറയേ. നീ വിളിക്ക്. വൈശാഖൻ, ആ വൈശാഖെ, എന്തായി മൈഥിലി അവിടുത്തെ കാര്യങ്ങള്? ഇവിടെ ഈ വിഷയം ചർച്ചയിലേക്ക് വരിക. എല്ലാവരും ഒന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല. എന്ത് വന്നാലും നീ കാര്യത്തിൽ ഉറച്ചു നിൽക്കണം. ഇത് നമുക്ക് കിട്ടിയ ഉഗ്രനൊരു ആയുധമാണ്. ഇത് വെച്ചാ നമ്മൾ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. അവഗണനയും അപമാനവും സഹിച്ച് ഇവിടെ നിൽക്കുകല്ലേടാ ഞാൻ. എന്തെങ്കിലും എന്റെ ദിവസം വരുമെന്ന് എനിക്കറിയായിരുന്നു. അതെന്തായാലും വന്നു ചേർന്നു. ദൈവത്തിന് നന്ദി. നീ ഫോൺ വെച്ചോ. അവൾ എന്തു പറഞ്ഞു? എന്തു പറയാൻ, അവള് രണ്ടും കൽപ്പിച്ചു തന്നെ. മൈഥിലി ഇനി അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചെമ്പകമംഗലത്തിന്റെ തോൽവി ഇവിടെ ആരംഭിക്കുക. എന്താണ് കാര്യമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. പറയാതെ നമ്മൾ എങ്ങനെ അറിയാനാ? ഇനി മീനാക്ഷിയും കാർത്തിയും തമ്മിൽ വല്ല വഴക്കമുണ്ടായോ? എന്തോ വഴക്കുണ്ടായിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈ കായംകുളം ആളിനെയും കൊണ്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. എനിക്കതിനോട്ട് താല്പര്യമില്ല. നിനക്കതിന് മാത്രമേ താല്പര്യമുള്ളൂ. കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല. അപ്പൊ അതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിനക്ക് തീർത്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിൽ വെച്ച് എന്താ ഉണ്ടായതെന്നൊന്ന് വാ തുറന്ന് പറയടി. ഞാനല്ല അത് പറയേണ്ടത്, അത് കാർത്തി പറയട്ടെ. എന്തോ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കൈമളേട്ടാ, ദേ ഈ വലിഞ്ഞു കയറി വന്നവളുടെ കാര്യത്തിൽ ഒന്ന് സീരിയസ് ആയിട്ട് ഇടപെട്ടേ പറ്റൂ. അതിന് ഇവളെ എന്തിനു പറയുന്നു? ഡിവോഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞ് ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്ന അവനെ പറഞ്ഞാ പോരെ? ഇനി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്നത് എനിക്കൊന്ന് കാണണം. എന്താ നടി നിന്ന് പെറുപെറുക്കുന്നേ? തോടിക്കിട്ട് തട്ടു തന്നാലുണ്ടല്ലോ. അമ്പമ്പോ, ഇതാണ് സാക്ഷാൽ വയ്യാവേലി. മാധുരിയും ആ ഇന്ദ്രജിയൊക്കെ പിന്നെ സഹിക്കാം. ഈ നാശകോടാലിയെ ഒട്ടും സഹിക്കാൻ പറ്റാത്തത്. ഞാൻ അബോധാവസ്ഥയിൽ ഇവളെ തല്ലിക്കൊന്ന എന്നോട് ക്ഷമിക്കണേ ഭഗവാനേ. മുറിയിൽ അവര് തമ്മിൽ എന്തെങ്കിലും വഴക്കായിരിക്കോ? നമുക്ക് അങ്ങോട്ട് കയറി ചെന്നാലോ കൈമളേട്ടാ?
കാർത്തിക്, എന്താ മോനെ പ്രശ്നം? ഇപ്പോൾ ടിൻപാൽ കുഞ്ഞിന് അലർജി ആയിരിക്കുകയാണ്. അത് കൊടുത്താ കുഞ്ഞ് ഇനിയും വൊമിറ്റ് ചെയ്യും. മുലപ്പാലല്ലേ ഏതൊരു കുഞ്ഞിന്റെയും ആയുസിന്റെ അടിസ്ഥാനം. അത് ലഭ്യമാകാൻ സാഹചര്യം ഉണ്ടെങ്കിലും അത് ഒഴിവാക്കുന്നത് ബുദ്ധിപരമല്ല. കുട്ടിക്ക് പാൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? അതെന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കുന്നത്? ഞാനിതിന്റെ അമ്മയല്ലേ. എന്തൊക്കെ സംഭവിച്ചാലും ഈ വിഷജന്തുവിന്റെ പാല് ഈ കുഞ്ഞിന് കൊടുക്കരുതായിരുന്നു. ഇവളൊരു വൈറസാ, മാരകമായ വൈറസ്. ആ സമയത്ത് മറ്റൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇവള് ഞങ്ങളുടെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൽ എനിക്കൊട്ടും ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷനിൽ ഞാനും മീനാക്ഷിയും സൈലന്റ് ആയിപ്പോയി. കുഞ്ഞു കിടന്ന് നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരെയും ഒരുമിച്ച് തോൽപ്പിക്കാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ഞാനത് മാക്സിമം മുതലാക്കും. എന്റെ സ്റ്റാൻഡ് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇക്കാര്യത്തിൽ എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ആലോചിച്ച് ഇക്കാര്യത്തിൽ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം. നിന്നെയും അതുവഴി ഈ കുടുംബത്തെയും വഞ്ചിച്ചവളാണിവൾ. ഇവളുടെ മുലപ്പാൽ ഈ കുഞ്ഞിന് കൊടുക്കുന്നതിനേക്കാൾ ഭേദം എല്ലാവരും കൂടി വിഷം വാങ്ങി തിന്ന് മരിക്കുന്നതായിരുന്നു. അനാഥാലയങ്ങളിൽ മുലപ്പാല് ദാനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ കുട്ടിയെ മുലയൂട്ടാൻ ഏതെങ്കിലും ഒരു അമ്മയെ കണ്ടെത്താം. ആ, പ്രസവത്തോടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മമാരെ തിരക്കിയ കിട്ടില്ലേ? പണം എത്ര വേണേലും കൊടുക്കാം. അന്വേഷിച്ച് കണ്ടെത്തുന്നത് വരെ കുഞ്ഞിന് എന്ത് ഫുഡ് കൊടുക്കും? ബേബി ഫുഡ് കൊടുക്കാനേ പാടില്ലെന്ന ഡോക്ടറുടെ ഡിസിഷൻ. ആ, സാവിത്രി പറയുന്ന കാര്യം അത്ര പ്രാക്ടിക്കൽ അല്ല. ബ്രസ്റ്റ് ഫീഡിങ് ആരെങ്കിലും കുട്ടിക്ക് കൊടുക്കാമെന്ന് സമ്മതിച്ചാലും അവരുടെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തണം. അവരൊരു രോഗിയാണെങ്കിലോ? മനസ്സിന് മാരക രോഗമുള്ള ഇവളെക്കാളും ഭേദമായിരിക്കും. ദേ, ആവശ്യമില്ലാത്തത് പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യടി? എന്റെ നേരെ നീ ഷൗട്ട് ചെയ്യാറായോ? നിന്നെ ഞാൻ സാവിത്രി വേണ്ട, പോട്ടെ. നാണം ഇല്ലാത്തവളെ തല്ലിട്ട് എന്ത് കാര്യം? വഴക്ക് കൂടാതെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്ത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.